ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേബിൾ ഫാനാണ്, അതും ബോക്സിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ഒരു ഫാൻ ഉണ്ടാക്കാം. അപ്പം അതിനാദ്യം വേണ്ടത് നമുക്ക് ഒരു കൺട്രോളറാണ്. എൻ്റെ പേരെനിക്ക് എന്താ അറിയില്ല, ഞാൻ ഇതിന് കൺട്രോളർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 2 ഫാൻ വേണം. ഇത് ഇങ്ങനത്തെ ഫാൻ. നമ്മൾ അടുത്തത് വേണ്ടത് ഒരു ബോക്സ് ആണ് ഗൈസ്. നമുക്കിവിടെ ബോക്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഓട്ടൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. പിന്നെ ആദ്യം നമ്മൾ ഈ വയറൊക്കെ കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലഗ് വിത്ത് വയർ. ഇതന്നെ വേണം നിർബന്ധമില്ല, നമുക്ക് വയറ് ഫിറ്റ് ചെയ്യാം. എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാനിതെടുത്തു. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, അതൊന്നുമില്ല ഗൈസ്. നമുക്കിത് വെച്ച് ഫിറ്റ് ചെയ്യാം. വയറൊക്കെ മാറിപ്പോകുന്ന സംശയമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇത് വയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 വയറും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മോട്ടോഴ്സ് എടുക്കുന്നതുകൊണ്ട് രണ്ടിൻ്റെയും 2 വയറും ഒന്നാക്കിയിട്ടുണ്ട്. റെഡ് 2 വയറും ഒന്നിച്ചും ബ്ലാക്ക് വയറും. ഇതിൻ്റെ അകത്ത് ബ്ലൂ വയറുണ്ട്, അത് നമുക്ക് വേണ്ട. നമുക്ക് ഈ റെഡും ബ്ലാക്കും മതി. നമുക്ക് ഈ റെഡ് എന്ന് വെച്ചാൽ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് പ്ലസിൻ്റെ അടുത്ത് വെക്കാം. ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഗൈസ് മോട്ടേഴ്സിൻ്റെ. അപ്പം നമുക്കത് നോക്കി ഇതിൻ്റെ അകത്ത് വെക്കാം. ഗൈസ് അപ്പം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ആവുന്നില്ല. നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ് ഇതെന്തോ ഒരു കളി കളിക്കാം ഗൈസ്. കേറുന്നില്ല ഗൈസ് ഇതിൻ്റെ അകത്ത്. എന്തോ ഒരു കളി കളിക്കും ഗൈസ്. ലാസ്റ്റ് അങ്ങനെ നമ്മൾ കീറ്റിയിട്ടുണ്ട്. സ്ക്രൂ ചെയ്യാം. ഗൈസ് പിന്നെയും പോയി ഗൈസ്. നമുക്ക് ഇനിയും സ്ക്രൂ അയച്ച് പിന്നെയും കയറ്റണം. ഇതിൻ്റെ തല മരിക്ക് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് പിന്നെ പ്ലസ് എക്സോ വെച്ചിട്ട് ഒറ്റ തിരിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം നിന്നോളും. ഇനി ഇത് രണ്ട് ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റണം ഗൈസ്. കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്നും കൂടി അതും കൂടി കയറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇത് ബോക്സിലേക്ക് വെക്കണം. ഇതെന്തൊക്കെ ഒരു കളിയാണ് കളിക്കുന്നത്.
ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് രണ്ടും ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഓഫ് പിന്നെ ഓൺ ഫുൾ സ്പീഡ് ഉണ്ട്. ഒരു ഉപകാരമുണ്ട് ഇതിന്. ഇനി നമുക്ക് ബോക്സിൽ ഞാൻ ഓട്ടൊക്കെ ഇട്ടിച്ചിന് നമുക്കിനി ഗ്ലൂ എടുത്ത് തേച്ച് കൊടുക്കാം. മോട്ടോഴ്സിൻ്റെ അല തേച്ച് കൊടുക്കണം. തേച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ഇതിന് ഓട്ട ഇട്ടെടുക്കാം. ഇവിടെ ഒരു ചെറിയ ഓട്ടം, ഇതിൻ്റെ തല പുറത്തെടുക്കണം. പിന്നെ ഫ്രണ്ടിൽ 2 ഓട്ട ഇട്ടിട്ടുണ്ട്. പുറകിൽ ഓട്ട ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ ബോക്സിന് ഓട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതാണ്. കഴിഞ്ഞ വീഡിയോത്തെ പോലെ കുറേ നേരം വെയിറ്റിംഗ് വേണ്ടല്ലോ. നമുക്ക് ഇനി ഇത് ഇതിൻ്റെ ഹെഡിങ് അയക്കാൻ പറ്റും. ഇത് അയച്ചിട്ട് ഇതിൻ്റെ മേലെ സ്ക്രൂ ഉണ്ട്. എന്നുവെച്ചാൽ ഈ ബോർഡിലൊക്കെ ഇത് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അതിൽ തന്നെ വരുന്നതാണ്. ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഷർ ഇട്ടിട്ട് ഇതിടാൻ പാടും കേട്ടോ. അപ്പോൾ നമ്മൾ വാഷർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് പോലത്തെ സാധനമാണ്. നമ്മൾ ഇതെടുത്ത് ടൈറ്റ് ചെയ്ത് വെക്കണം. എല്ലാം ടൈറ്റ് ചെയ്യുക ഗൈസ്. എല്ലാം അവിടെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വയറ് നമുക്ക് ഇടാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിട്ടിട്ട് കണക്കാക്കിയിട്ട് ടാപ്പ് കുറച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഗൈസ്. ഒരു വൃത്തിക്കട നിന്നോളൂ. നമുക്കവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്കിത് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ഞാനിത് പ്ലഗ് കുത്തിയിട്ട് വരും. പ്ലഗ് കുത്തി ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ഓൺ ചെയ്തു വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡുണ്ട്. നല്ല സ്പീഡുണ്ട് ഗൈസ്. നല്ല സ്പീഡുണ്ട് ഗൈസ്. ഇനി ഓട്ടം എന്തിനാട്ടെ ഇനി ഓട്ടം എന്തായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓട്ടം ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എയർ വലിക്കുമ്പോൾ ഇതിങ്ങനെ വലിയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓട്ടം ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെന്തെങ്കിലും കൈ ഇടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒരു നെറ്റ് പീസ് വെക്കാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ നെറ്റ് പീസ് ഇട്ടിട്ടില്ല. അപ്പം നെറ്റ് ഇല്ലെങ്കിൽ ഒരു ക്ലോത്ത് പീസ് വെക്കാം. ക്ലോത്ത് പീസ് എന്ന് വെച്ചാൽ നല്ലോണം എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നൈസ് ക്ലോത്ത് ആയിരിക്കണം. അപ്പം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈസിന് നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാണ്. അതിന് മുമ്പ് നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. നമ്മളിവിടെ അയച്ചു വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ സൈസ് കണക്കാക്കിയിട്ട് നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാപ്ലർ അടിച്ച് ഇതിനെ നിർത്തണം. നിൽക്കുന്ന എനിക്ക് ഒരു ഉറപ്പില്ല ഗൈസ്. നമുക്കിനി ഇത് ഗ്ലൂ വെച്ച് നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഓരോ ഭാഗം നമുക്കിങ്ങനെ സ്റ്റാപ്ലർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഓരോ ഭാഗം സ്റ്റാപ്ലർ ചെയ്യാം. അവിടെ സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ട്. വിചാരിച്ച പോലെയല്ല ഗൈസ്, ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ കഴിച്ചു കൊടുക്കാം. അതടിച്ചിട്ടുണ്ട്. അത് ഒരു വിധത്തിൽ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഇത് ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് നോക്കാം. പൈസ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത് നോക്കാം. നല്ല കാറ്റ് ഗൈസ്, കാണുക. നല്ല കാറ്റ്. ഗൈസ്, ഇപ്പം നമ്മളിവിടെ കുഞ്ഞൻ ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.